ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരുടെയും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ശനിയാഴ്ച എടുത്തതാണ് കേട്ടോ. അതായത് 31-ാം തീയതി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ 31-ാം തീയതി ശ്രീലുമോൾക്ക് സ്കൂളിൽ പ്രവേശനോത്സവം അന്നാണ് കേട്ടോ. അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് കേട്ടോ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ടൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ടൂറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു. പിന്നെ അതുപോലെ തന്നെ ചോറും കറിയും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇനി അവളെയും കൊണ്ട് സ്കൂളിൽ പോകണം. അപ്പോൾ അതാ ഇത് ഞാൻ സ്കൂളിൽ എത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇങ്ങോട്ട് ആക്കി തന്നതാണ് കേട്ടോ വണ്ടിമേ. പൊന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ എന്തായാലും മഴ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് സ്കൂൾ തുറക്കണം അന്ന് തന്നെ ആക്കാഞ്ഞത് പിന്നെ അന്ന് പിന്നെ ഉദ്ഘാടനത്തിനും എല്ലാവരും കിട്ടിക്കോണം എന്നില്ലല്ലോ. അന്ന് എല്ലാവരും ബിസി ആവൂലേ, പ്രവേശനോത്സവത്തിൻ്റെ തിരക്കാവുമല്ലോ. അപ്പോൾ പിന്നെ 31-നാക്കിട്ടോ. എന്തായാലും ഇതൊരു ഉപകാരമായി. കാരണം അവർക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ ബാക്കി കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. KG കുട്ടികൾ മാത്രമേ ഉള്ളിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യമായി എന്ന് എനിക്ക് തോന്നി. കാരണം ഇവർ താഴെ അംഗനവാടിക്ക് പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ മുകളിൽ ഉള്ള കുട്ടികളോ ഒക്കെ സ്കൂളിലേക്ക് പോകണ ഇതാവുമ്പോൾ ഫസ്റ്റ് ഡേ ആവുമ്പോഴേ എല്ലാവർക്കും അമ്മമാർ കൊണ്ടാക്കണം, അങ്ങനത്തെ ഒരു ഇതല്ലേ. അപ്പോൾ എന്തായാലും ഇത് നേരത്തെ കഴിച്ചത് ഒരു ഉപകാരമായിട്ടോ. അപ്പോൾ അതാ ശ്രീലുവിൻ്റെ കൂടെ അംഗനവാടിയിൽ ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു കേട്ടോ. അതൊക്കെ അക്കും ലിയാനും കൂടെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും വേറെ വേറെ ക്ലാസ്സിലാണ് കേട്ടോ. ശ്രീലുവിൻ്റെ ക്ലാസ്സിൽ ആരും ഇല്ല കേട്ടോ, അംഗനവാടിയിൽ പഠിച്ച ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഇത് പിന്നെ കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ അങ്ങനെ ഓരോ കോസ്റ്റ്യൂം ചെയ്തുകൊണ്ട് കുട്ടികളങ്ങനെ വരികയാണ് കേട്ടോ. അതിപ്പോൾ അനിമൽസിൻ്റെയാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനത്തെ കോസ്റ്റ്യൂമിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആവുമല്ലോ. അതും നല്ല രസമായിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും നല്ല ഭംഗിയായിട്ടോ. ഇത് പിന്നെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അതാണ് മിസ്സുമാരെ അങ്ങനെ കാണുന്നത്, അവരെ കാണാത്തത് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ സ്റ്റേജിൽ വന്ന് അനൗൺസ് ചെയ്യൽ തുടങ്ങി, പ്രോഗ്രാമൊക്കെ തുടങ്ങാനായിട്ടോ. അപ്പോൾ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ മെമ്പറാണ്, അനീഷ് മെമ്പറാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡോക്ടറും ഉണ്ട് കേട്ടോ. ഡോക്ടർ സബന ബാലകൃഷ്ണനായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു. അതാ കണ്ടോ, ഇത് LKG, കഴിഞ്ഞ പ്രാവശ്യം LKG ആയിരുന്നു കുട്ടികൾ. അതായത് ഇപ്പോൾ ഇനി UKGക്ക് പോണ കുട്ടികളാണ് തോന്നുന്നു കേട്ടോ. അവരായിരുന്നു ഡാൻസിന്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പക്ഷേ ഞാനിതിൻ്റെ വോയിസ് ഒന്നും കൊടുക്കണില്ല. ഓഡിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ പിന്നെ അതിൻ്റെ ഓഡിയോ കൊടുത്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് കളിച്ചു അവരെന്തായാലും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉദ്ഘാടന സെക്ഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ ഒരു അധികം പ്രസംഗിച്ചങ്ങോട്ട് പിന്നെ കൊളാക്കൂല. ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അവർ ആവശ്യത്തിന് മാത്രം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്തിയിട്ടോ. അതിൻ്റെ പെയ്തു. പിന്നെ ഉദ്ഘാടനം കഴിക്കുകയാണ്. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ KGൻ്റെ ക്ലാസ്സിക്ക് എൻട്രൻസിൽ ഒരു നാട വെച്ചിട്ട് അത് മുറിച്ചിട്ട് അങ്ങനെ കയറുന്ന ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതാ കണ്ടോ, സ്റ്റേജിലുള്ളവരൊക്കെ ഇങ്ങോട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് കട്ട് ചെയ്യണത് കേട്ടോ. ഇതാ കണ്ടോ, ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ കയറുകയാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് പിന്നെ കുട്ടികളെ ക്ലാസ്സിലേക്ക് കയറ്റിയിട്ട് അങ്ങനെ ഇരുത്തുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ണനും ലച്ചു കായെന്നൊക്കെ ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിനൊക്കെ ശേഷം നമ്മുടെ കണ്ണൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയാണ് കേട്ടോ. ഇത് നൈലക്കുട്ടിയാണ്. നൈലക്കുട്ടി നല്ലൊരു പാട്ട് പാടി. ഇതും തന്നെ എനിക്ക് അതിൻ്റെ ഓഡിയോ കൊടുക്കണം എന്നുണ്ട്. പക്ഷേ സൗണ്ട് മൈക്കിൽ കൂടെയൊക്കെ ആകുമ്പോൾ നല്ല സൗണ്ട് ആവുമല്ലോ. അപ്പോൾ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പിന്നെ ഞാൻ സൗണ്ട് കൊടുത്തില്ല. നന്നായിട്ട് പാടിയിട്ടോ മോള്, നല്ല സൂപ്പറായിട്ട് തന്നെ പാടി. തുടരും എന്നുള്ള സിനിമയിലെ പാട്ടാണ് കേട്ടോ പാടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ശ്രീലുമോളെ ഉള്ളിലേക്ക് കയറ്റാണ് കേട്ടോ. അപ്പോൾ മിസ്സ് അവിടെ നിന്ന് തന്നെ ചോക്ലേറ്റും ബോളും ഒക്കെ കൊടുത്തിട്ടാണ് സ്വീകരിക്കുന്നത്. ഇതാ കണ്ടോ, അതൊക്കെ മേടിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. ക്ലാസ് കയറി ഇരുന്നു. ഇതിൻ്റെ മുന്നൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ശ്രീലുമോള്. ഇപ്പോൾ ഒന്ന് ഇങ്ങോട്ട് മിഠായിയൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് റെഡി ആയതാ കേട്ടോ. ഇതാ കണ്ടോ, മുഖമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കയറി
അവൾ സ്നാക്സൊക്കെ കഴിച്ചു. ഇന്നിപ്പോൾ പാരൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ, വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് അങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ യൂണിഫോം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്ന് ഫുഡ് കഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഇത് പിന്നെ പോണത് ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ബാഗൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. ബാഗും പിന്നെ ശ്രീലുവിൻ്റെ ബുക്സും നോട്ട്ബുക്ക് കേട്ടോ, മറ്റേ ടെക്സ്റ്റ് ബുക്കൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണനും തന്നെ നോട്ടും ലച്ചുവിനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊതിഞ്ഞ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ശ്രീലുവിൻ്റെയും കൂടിയും കിട്ടിയാൽ മതി. അപ്പോൾ അതാ ഇന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ, ഇന്ന് നല്ല വെയിലൊക്കെയാണ്. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ, കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയല്ലേ. പിന്നെ ഞങ്ങൾ പോണ വഴിക്കെന്ന് കുറച്ച് പായസം കുടിച്ചിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും, നമ്മുടെ ദിവ്യാസ് കിച്ചൺ എന്ന് പറഞ്ഞ ചാനലിൽ പായസ കച്ചവടം ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കുറച്ച് പായസം മേടിച്ചു, ഒരു ഗ്ലാസ് കേട്ടോ. മറ്റവരൊന്നും അധികം കഴിക്കില്ല. അവർക്ക് പിന്നെ കൈതച്ചക്ക ഉപ്പിലിട്ടതുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ കൈതച്ചക്ക മേടിച്ചു കേട്ടോ. എനിക്ക് മാത്രം ഒരു ഗ്ലാസ് പായസം മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം. അപ്പോൾ അതാ ലച്ചുവിന് 2 കൂട്ടുവല്ലും പറിച്ചിട്ടുണ്ട് കേട്ടോ. പറഞ്ഞു പോകുന്നതാണേ, ഇളകി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ കൈതച്ചക്ക കടിച്ചപ്പോൾ അവിടുന്ന് ബ്ലഡ് വന്നു പറഞ്ഞിട്ടേ അതൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾക്കൊന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റണില്ല കേട്ടോ. ചിക്കൻ കൊണ്ടുവന്ന് അതും കഴിക്കാൻ പറ്റണില്ല. ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും പായസം ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് കൂടി വാങ്ങിയാൽ മതിയെന്നായിട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ അതാ ഇതിവിടെ നമ്മുടെ നിലമ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ, ചന്തക്കുന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തോ പ്രകടനമോ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഇലക്ഷനാണ്. അപ്പോൾ അതിൻ്റെ എന്തോ ആണ് സംഭവം. അപ്പോൾ പാർട്ടിക്കാരൊക്കെ കുറേ ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകടനം നടന്നുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അപ്പുറത്ത് കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു, അതിനെ പോന്നാൽ മതിയെന്നൊന്നും അങ്ങനെ പറയായിരുന്നു കേട്ടോ ഏട്ടന്. അപ്പോൾ ഇത് ഇവിടുത്തെ ഏതോ MLAൻ്റെ വണ്ടിയാണ്, ആ വൈറ്റ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറയുന്നു, ഏതോ MLAൻ്റെ പേരും പറഞ്ഞു ഏട്ടന്, കറക്റ്റ് എനിക്കറിയില്ല, പാലക്കാടുള്ള ഏതോ MLAൻ്റെ പേരാണ്. അപ്പോൾ മൂപ്പരെയൊക്കെ ഒന്ന് കണ്ടു, എന്നിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ ഇവിടെ നിന്ന് ഈ ബാഗ് പിന്നെ വാങ്ങണത് കേട്ടോ. അപ്പം ഞങ്ങൾ ബാഗ് വാങ്ങാൻ പോണത് കുറച്ച് പോകണം, അകമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ പറഞ്ഞാൽ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനൊരു ബാഗ് കട ഉണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് തയ്ച്ച് തരും. പിന്നെ പറഞ്ഞാൽ അതിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരത് മാറ്റിത്തരും, അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് തരും, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ 3 എണ്ണം എന്തായാലും വാങ്ങാനുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ വിചാരിച്ചു. ഇവിടെ ഏട്ടൻ്റെ അനിയത്തിൻ്റെ വീടും അവിടെ തന്നെയാണ് കേട്ടോ, അകമ്പാടം. അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകണില്ല, ചേച്ചി അവിടെ ഒരു പ്രസ്സിലാണ് കേട്ടോ വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ ഒന്ന് കയറി പോരണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ മഴയൊക്കെ പെയ്തിട്ട് മുഴയിലൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഏട്ടൻ പണിയെടുക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ തന്നെയാണ്, മണ്ണുപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ വർക്ക് സൈറ്റിലേക്ക് എന്തൊക്കെയോ സാധനങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഏട്ടന് ഇവിടേക്ക് വരണം, സൈറ്റിലേക്ക് വരണം. അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടിയും കൂട്ടിയിട്ട് നമുക്ക് അവിടുന്ന് ബാഗ് വാങ്ങി പോരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയതാണ് കേട്ടോ. അവിടുന്ന് പിന്നെ പെട്ടെന്ന് തന്നെ പോന്നു കേട്ടോ, ഒരു 10-15 മിനിറ്റ് വരെ നിന്നിട്ടുള്ളൂ. അപ്പോഴത്തേനും പോന്നു. പിന്നെ ഇതാ നമ്മുടെ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. കടേൻ്റെ മുൻവശമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ ലച്ചുമോൾ ബാഗ് കണ്ടിട്ട് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. ആദ്യം തന്നെ പോന്നപ്പോൾ പറഞ്ഞിരുന്നു, ഇപ്പം എന്തോ മോഡൽ കൊറിയൻ ബാഗോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടത്രേ, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ആ ബാഗ് തന്നെ വേണം. ഞാൻ ഇതിങ്ങനെ തയ്ക്കണ കൂടെ കടയായതുകൊണ്ട് ഇങ്ങനത്തെ ബാഗൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മോൾ അന്വേഷിച്ച് വന്ന ബാഗ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളറ് പിന്നെ ലൈറ്റ് കളറാണ്. അപ്പോൾ ചളിയൊക്കെ ആയാൽ പെട്ടെന്ന് അറിയും കേട്ടോ. പിന്നെ ഞാൻ കണ്ണന് പിന്നെ ബ്ലാക്ക് തന്നെ എടുത്തു. കണ്ണന് പിന്നെ അതിൻ്റെ ആ ഒരു പിക്ചർ കണ്ടപ്പോൾ അവനത് മതിയെന്നും പറഞ്ഞു കേട്ടോ. ശ്രീൽ മോളിതാ ഓക്കെ ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനായിട്ടോ. ആദ്യം കുറേ സ്പൈഡർമാൻ എടുത്തു, കുറേ യൂണിക്കോൺ എടുത്തു, പിന്നെ വേറെ എന്തൊക്കെയോ ഡോറേൻ്റെത് ഉണ്ടായിരുന്നു അതെടുത്തു. അപ്പോൾ ഓക്ക് ഭയങ്കര കൺഫ്യൂഷനായി, ഏത് വേണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിട്ടോ. ആദ്യം സ്പൈഡർമാനൊക്കെ പിടിച്ച് നിന്നു, പിന്നെ അവൾ വേറെ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ഞങ്ങൾ നേരെ ചേച്ചീൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അവിടെ അടുത്ത് തന്നെയാണ് ചേച്ചീൻ്റെ കട. അപ്പോൾ അതും ചേച്ചീൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിച്ചിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ പോകുന്നു, അവർ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടോ.
അപ്പോൾ അതാണ് ചേച്ചീൻ്റെ മുതലാളി കേട്ടോ, പ്രസാദ് ഏട്ടൻ. അപ്പോൾ ഒരു രണ്ടാളും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വേറൊരു ഏട്ടനും കൂടെ അവിടെ ഉണ്ട് കേട്ടോ, ബിജു ഏട്ടൻ. അപ്പോൾ ആ ഏട്ടനൊന്നും എന്തോ കല്യാണമൊക്കെ ഉണ്ടായിട്ട് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നത്. പിന്നെ ശ്രീലുവിന് കുറച്ച് നോട്ട്സും കാര്യങ്ങളും പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളുണ്ടായിരുന്നു അത് കേട്ടോ. അപ്പോൾ അത് അവിടെ ഒരു ഹോൾസെയിൽ കട ഉണ്ടായിരുന്നു, അവിടെ കയറിയിട്ട് അങ്ങനെ വാങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ അതാ കണ്ടോ, നമ്മൾ പോയപ്പോഴുള്ള ബ്ലോക്ക് ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ, എപ്പോഴും ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് ലച്ചുമോൾ ഇപ്പോൾ പറയൂ കേട്ടോ. എന്തൊക്കെ വാങ്ങിയത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാഗാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബാഗ്. ഇവിടെ ഇത് കൊറിയൻ ബാഗ് എന്നാണ് പറയുക ഉണ്ടോ. അപ്പോൾ ഇവിടെ ഒരു അറയുണ്ട്, പിന്നെ ഇവിടെ ബോക്സൊക്കെ വെക്കാനായിട്ട് ഒരറുണ്ട്. മൊത്തത്തിൽ ഇതിനൊരു 4 അറയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇട്ട് നമുക്ക് 4 ബാക്കിലൊന്നുമില്ലേ, 5 ഇവിടെ ഒന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലഞ്ചും അതേപോലെ കൊട വാട്ടർ ബോട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരറുണ്ട് കേട്ടോ. നമുക്ക് ബുക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സ്ട്രാ അറയും കൂടി ഉണ്ട് കേട്ടോ, ഉണ്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. വേഗം ചളിയാവും, അപ്പോൾ നമുക്ക് സൂക്ഷിക്കണം. കണ്ടോ. പിന്നെ അടുത്തത് കണ്ണൻ്റെ ബാഗാണ് കേട്ടോ. കണ്ണൻ്റെത് ബെൻ 10-ൻ്റെയാണ് ബാഗ്. അപ്പോൾ ഓനിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. ഇതിന് അതേപോലെ തന്നെ ഫസ്റ്റ് ഒരു ബോക്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ബോക്സും കുടയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു അറുണ്ട്. പിന്നെ ഇവിടെ വേറൊരു അറയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇട്ട് നമുക്ക് ഈ ലഞ്ചൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് ബാഗ്. പിന്നെ ലഞ്ച് ബാഗ് ഉണ്ട്, അതുകൊണ്ട് ലഞ്ചൊക്കെ ലഞ്ച് ബാഗിൽ എടുക്കണം. പിന്നെ ഇവിടെ ഇട്ട് ബുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട് സാധാ പോലത്തെ. അപ്പോൾ ഇതാണ് കണ്ണൻ്റെ ബാഗ്. പിന്നെ ഇതാണ് നമ്മളെ ശ്രീലുവിൻ്റെ ബാഗ് കേട്ടോ, യൂണിക്കോണിൻ്റെ ആണ്. ഓൾ ആദ്യം ഇവിടെ ഒരു സ്പൈഡർമാന് വരുന്ന തീമേന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ പറഞ്ഞു വേണ്ടതാണ്, അപ്പോൾ അങ്ങനെ എടുത്താണ് കേട്ടോ. അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എടുത്ത്. ഇങ്ങനെ ഒരു 3 അരക്കായിട്ട് വരുന്നുണ്ട്. ഇവിടെ ബോക്സും വെക്കാനൊക്കെ ആയിട്ട് ഒരറ. പിന്നെ ഇവിടെ ഇട്ട് നമുക്ക് ലഞ്ചൊക്കെ കൊടയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഇതാണ് കേട്ടോ, ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അവിടെ ബുക്ക് വെക്കാനായിട്ട്. ഇതാണ് നമ്മുടെ ശ്രീലുവിൻ്റെ ബാഗ്. അപ്പം അടുത്തതായിട്ട് അവിടുന്ന് കിട്ടിയതാണ് നെയിം സ്ലിപ്പ് കേട്ടോ. ഇങ്ങനൊരു നെയിം സ്ലിപ്പ് കാറിൻ്റെ. പിന്നെ ഒരു പൊതി പഠിച്ചിട്ടുണ്ട് കേട്ടോ, ശ്രീലുവിൻ്റെ ബുക്കൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് ഒരു പൊതി പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ബാഗിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ പൗച്ചാണ്. 3 ബാഗ് വാങ്ങിയപ്പോൾ 3 പൗച്ചുണ്ട്. ഇത് ഞാൻ നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിൽ കളറും അതേപോലെ തന്നെ പെന്നും ഇറേസറും കട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് ഫുള്ള് സെറ്റ് ആക്കണം എന്നൊരു ഇതിൽ ഇങ്ങനെ വെച്ചാണ്. ഇത് കണ്ണൻ്റെ പൗച്ചാണ് കേട്ടോ, ഇത് സ്പൈഡർമാൻ്റെ. പിന്നെ ഇത് ശ്രീലുവിൻ്റെ ആണ്. ശ്രീലുവിന് പിന്നെ പൗച്ചല്ല, ഇതേപോലത്തെ ഒരു ബോക്സാണ്. ഇതിനുള്ളിൽ മനസ്സിലാക്കുന്നത് ഇതിനുള്ളിൽ കളർ.
പിന്നെ അതാ ഒരു ബ്ലാക്ക് ബ്യൂട്ടീൻ്റെ ഒരു പെൻസിലും മേടിച്ചിട്ടുണ്ട് കേട്ടോ, പെൻസിൽ ബോക്സ് ശ്രീലൂനും കണ്ണനൊക്കെ ആയിട്ട്. പിന്നെ ഇതാ ഇത് കണ്ണനൊരു കട്ടറും പിന്നെ അതേപോലെ തന്നെ ഇറേസറും കട്ടറും പാടെ ഉള്ളൊരു ഇതാണ് കേട്ടോ. പിന്നത്തോ ഇതാണ് നമ്മളെ ബുക്ക്, എൻ്റെ ബുക്ക് കേട്ടോ. ഇത് പിന്നെ നമ്മൾ മേടിച്ചപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്സൊക്കെ കിട്ടിയിരുന്നു, പിന്നെ നോട്ട്ബുക്കും മേടിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇൻ്റെതും കണ്ണൻ്റെതൊക്കെ നമ്മൾ പൊതിഞ്ഞു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ സ്കൂൾ തുറക്കുകയാണ്. ഇനി ഏതായാലും സ്കൂളിൽ പോകണം. അപ്പോൾ താങ്ക് യു.